ഫ്ളാറ്റ് പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് 2-3 രാത്രികളായിട്ട് സ്ഥലങ്ങളെത്തിയിട്ട് സഹായിച്ച ഒരു 3 ഇയാളുടെ സുഹൃത്തുക്കളെ കൂടി പിടികൂടിയിട്ട് അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഇയാളെ കൂടി ലൊക്കേറ്റ് ചെയ്ത് പിടിച്ച ഒരു സംഭവമായിരുന്നു. ഈ കേസിലെ ഈ 1-ാം പ്രതി മാർട്ടിൻ ജോസഫ് അല്ലാതെ ഇയാളുടെ സുഹൃത്തുക്കളായ ധനേഷും ആയ ഒരു ശ്രീരാഗ്, ഒരു ജോൺ ജോയ്, ഇവരെ കൂടി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കുറ്റം ഹാർബറിംഗ് ഓഫ് എ ക്രിമിനൽ, ഒരു പ്രതിയെ എസ്കേപ്പ് ചെയ്യാനും അയാളെ കൺസീൽ ചെയ്യാനും ഹാർബർ ചെയ്യാനുള്ള ഒരു കുറ്റമാണ്. ഈ കേസിലെ ഒരു നമ്മൾ വാഹനങ്ങൾ കൂടി പിടിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ബൈക്ക്, ഈ എസ്കേപ്പ് ചെയ്യാനുള്ള ബൈക്കുകളും സ്വിഫ്റ്റ് കാറും, ആദ്യം കൊച്ചിയിനെ ഇവിടുന്ന് മാറിപ്പോവാൻ ഉപയോഗിച്ച കാറും, അവിടെ ഉപയോഗിച്ച ഒരു BMW കാറും, അവിടെ വേറൊരു മോട്ടോർ സൈക്കിളും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കേസിൽ നമ്മൾ ഇനി ഇവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇവരുടെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ്, ഇവരുടെ വരുമാനം മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ഇത്രയും കാറുകളും ഇത്രയും റെന്റ് കൊടുത്തിട്ട് ഇത്ര വലിയ വലിയ ഫ്ലാറ്റുകളും ഉപയോഗിച്ച് എങ്ങനെ കഴിയാണ്, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കേസ് മാത്രമല്ല, ഇങ്ങനെ വേറെ ഒരു കേസ് കൂടി ഈ മാർട്ടിൻ ജോസഫിനെതിരെ റിപ്പോർട്ടായിട്ടുണ്ട്. വേറെ ഒരു യുവതി കൂടി ഈ മാർട്ടിൻ ജോസഫ് അവരെ ഉപദ്രവിച്ചു, 54 IPC, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ, ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെയാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ ഇനി ആരെങ്കിലും വിക്ടിംസ് ഉണ്ടോ, ഈ ഗാംഗിലെ പെട്ടവരുടെതിരെ വേറെ ഇനി എന്തെങ്കിലും പരാതികൾ ഉണ്ടോ കൂടി നമ്മൾ അന്വേഷിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിലെ ഒരു പ്രതിക്ക് തൃശ്ശൂരിലെ NDPS കേസ്, ഗഞ്ചാവ് കേസ് കൂടി ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് ഇവർ ഒരു കേസിൽ പെടാതെ ഇങ്ങനെ സിറ്റിയിലെ മറ്റ് ഡിസ്ട്രിക്ട്സിലെ അങ്ങോട്ട് ഇങ്ങോട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചാലഞ്ച്. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ഡെപ്ത് ഇൻ ടു ദിസ് ആക്ടിവിറ്റീസ്. നോട്ട് ഓൺലി ദിസ്, ജില്ലയിലുള്ള എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷൻസിനെ ബന്ധപ്പെട്ടിട്ട് അതിലെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഡൊമസ്റ്റിക് വയലൻസോ ഡൊമസ്റ്റിക് അബ്യൂസോ പുറത്തേക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു വിക്ടിംസ് ഉണ്ടോ എന്ന ഒരു ഇൻഫർമേഷൻ കൂടി നമ്മൾ ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ നാട്ടുകാരുടെ സഹായം, ഈ റെസിഡൻഷ്യൽ ഭാരവാഹികളുടെ സഹായം വളരെയേറെ ആവശ്യമാണ്. ഇന്നലെ നമ്മൾ ഈ പ്രതിയെ പിടികൂടിയ ഈ സംഭവം കൂടി നാട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു. ഒരു 250ഓളം ആൾക്കാർ, അവിടുത്തെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, അവിടുത്തെ പഞ്ചായത്ത് ആൾക്കാർ, അവിടുത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീംസ്, യൂത്ത്, എവ്രിബഡി ഹെൽപ്ഡ് us. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിഷ്വൽസ്. നമ്മൾ എങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് ടെറൈൻ ആയിരുന്നു, ചതുപ്പും കാടും ഇരുട്ട്, ഒരു റിവേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയത്. അത് ഒരു പോലീസിനെ കൂടുതൽ ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിലെ തൃശ്ശൂർ സിറ്റി പോലീസിന്റെ വളരെയേറെ സഹായം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു അറസ്റ്റിലെ നല്ല ഒരു പങ്കുവെച്ചത് നമ്മൾ SHO നിസാർ ആൻഡ് ടീം, അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, under the leadership of our ACP and Thrissur City Medical College SHO Sri Anantlal and his team, Thrissur City Police Commissioner inde ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു 30ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോമ്പിങ് ചെയ്യാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത് നോക്കിയിട്ട് നാട്ടുകാർക്ക് തന്നെ
മീഡിയയിലെ വിഷ്വൽസ് ഒക്കെ നോക്കിയിട്ടാണ് അവർക്ക് തോന്നുന്നത് ഇയാൾ പിടിക്കണം എന്നുള്ളൊരു വാശി കൊണ്ടാണ് പബ്ലിക്കൊക്കെ വന്നിട്ട് നമ്മളെ അയാൾ പിടികൂടാൻ സഹായിച്ചത്. അതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത്രത്തോളം ഡൊമസ്റ്റിക് വയലൻസ് ഇത് ലിവ് ഇൻ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദർ ഇസ് നോ വയലൻസ് ഇൻ എ ലിവ് ഇൻ. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരുപാട് നമ്മൾ ഓരോ മാസം വി ആർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 10 cases of such violence, whether it is violence or 376 allegation of a rape. We are registering cases, and most of the cases idile victim is living with the either in a marital relationship or in a relationship with the accused. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ട് ഇങ്ങനെയുള്ള കേസസ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ദീസ് ആർ നോട്ട് ഗെറ്റിംഗ് റിപ്പോർട്ടഡ് ബിക്കോസ് ഈ കേസിൽ തന്നെ ഈ വിക്ടിം വാസ് ട്രോമറ്റൈസ്ഡ്, ഹറാസ്ഡ് ആൻഡ് ത്രെറ്റൻഡ് വിത്ത് കോൺസിക്വൻസസ് ദാറ്റ് ഇത് നിങ്ങൾ പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് പുറത്തേക്ക് വിടും, ഇത് നിങ്ങൾ പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപദ്രവിക്കും. വളരെ വളരെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉപദ്രവമായിരുന്നു ഈ കേസിൽ നമ്മളെ കണ്ടത്. ഇങ്ങനെയുള്ള കേസസ് നമ്മൾ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം 7-ാം തീയതിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിന് ഒരു മാസം മുൻപ് തന്നെ പരാതി ലഭിച്ചിരുന്നു. പക്ഷെ 8-ാം തീയതി മാത്രമാണ് ഈ പ്രതി കാക്കനാട് ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതായത് ഇത്രയധികം ചർച്ച ചെയ്തിട്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടും കൊച്ചിയിൽ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കൊച്ചിയിൽ ഈ പ്രതി ഉണ്ടായിരുന്നു. എന്താണ് പോലീസിന് സംഭവിച്ചത്? കൊച്ചി സിറ്റി പോലീസിന് ഇതിലെ ഈ നമ്മുടെ CCTV ഒരെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി ഈ വാർത്തയിലെ ഉള്ള ഫോട്ടോസ് വളരെ ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ ഗ്രാവിറ്റി, ഈ കേസിന്റെ ഗ്രാവിറ്റി മനസ്സിലായി. ശരിക്കും ഇതിലെ ഉള്ള ഇഞ്ചുറീസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10ഓളം കേസസ് റിപ്പോർട്ടാവുന്നു ഓരോ ജില്ലയിലെ ഓരോ മാസം. അപ്പോൾ ഈ കേസിലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉള്ളതായിട്ട് നമ്മളെ ശരിക്കും ശ്രദ്ധയിൽ വെച്ചത് അന്നായിരുന്നു. ആ ഒരു ശ്രദ്ധ വന്ന ഉടനെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഊർജിതം ആയപ്പോൾ ഇവർ ഈ അക്യൂസ്ഡ് വാസ് ഓൾവേസ് അബ്സ്കോണ്ടിങ്. കാരണം FIR രജിസ്റ്റർ ആയ ശേഷം നമ്മൾ 2-3 തവണ ഇയാളെ നമ്മൾ പുറകിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇത്രയും അധ്വാനിച്ചിട്ട് ഇത്രയും ടീംസ് വെച്ചിട്ട് തന്നെ നമുക്ക് 3 ദിവസം എടുത്തു ഇയാളെ പിടിക്കാൻ. അതിന് മുമ്പുള്ള സമയങ്ങളിൽ കൂടി നമ്മൾ എഫേർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ പിടികൂടാൻ പറ്റിയിട്ടില്ല. ഇത്ര ഫോക്കസ് ഇല്ലായിരുന്നു, അത് നമ്മൾ സമ്മതിക്കാം. ഇത്ര ഫോക്കസ് ഇല്ലായിരുന്നു, ഇത്രയും റിസോഴ്സസ് നമ്മൾ വെക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആ എഫേർട്സിലെ അദ്ദേഹത്തിനെ പിടികൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇയാളെ പാസ്പോർട്ട് എടുത്തു, പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ലുക്കൌട്ട് സർക്കുലർ എല്ലാ എയർപോർട്ട്സിന് കൊടുത്തു. ഇയാളുടെ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്ന്. സോ അതൊരു ചാലഞ്ചാണ് നമുക്ക്. കാരണം ഈ പ്രതികളൊക്കെ ഇത് ഉപയോഗിക്കാൻ നിർത്തുന്നുണ്ട്. സോ അതൊരു എക്സ്ട്രാ ചാലഞ്ചാണ്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ബെയിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബെയിൽ നമ്മൾ അതിന് പുറകിൽ പോയിട്ട് അതിൽ റിജക്ട് ചെയ്യിപ്പിച്ചു. അതിനെ ഇപ്പോൾ അപ്പീൽ പോയിട്ടുണ്ട്, അതും നമ്മൾ റിജക്ട് ചെയ്ത് എന്തായാലും ഇപ്പോൾ അറസ്റ്റായി. അപ്പോൾ ഇതിന്റെ ഫോക്കസ് ആൻഡ് എഫേർട്സ് വർ ഡെഫിനറ്റ്ലി more when it became sensational. That we will accept. But we cannot accept that we didn't do anything. Because ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകൾ ഉണ്ടെങ്കിൽ no police force in anywhere will ignore such an offense. We have made our efforts and we were successful with all the support. 2 മാസം പോലീസ് അതിലൊന്നും ചെയ്യാതിരിക്കുകയും ആ പെൺകുട്ടി അവരുടെ ചിത്രങ്ങൾ ആ പെൺകുട്ടി റിലീസ് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. അപ്പൊ ഈ 2 മാസം പോലീസ് നമ്മളിപ്പോ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ്. ഈ ഇടയ്ക്ക് റിപ്പോർട്ടായ ഈ സെക്ഷൻസ് ഉള്ള കേസസിലെ എല്ലാ കേസസിലെ എങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉള്ള കേസസോ
മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹറാസ്മെന്റ് ഉള്ള കേസസ് നമ്മളൊന്ന് റിവ്യൂ നടത്തിയിട്ട് അതിന് ഊർജിതമാക്കാൻ പോവാണ്. പറയുന്ന കേസ് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ്. എലമക്കരയിലെ നമ്പറല്ല, അക്യൂസ്ഡ് പേര് പറയണം. പ്രതിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് നമുക്ക് പിന്നീട് വേറെ സംസാരിക്കാം. We can speak because if it is under investigation, accused is not arrested if at all, then we will not speak here because it's better to. We'll take a look at those bunch of cases. Thank you. ഇത്തരം കേസുകളുടെ പ്രത്യേകിച്ചും ഈ പീഡന കേസുകളുടെയും അല്ലെങ്കിൽ ലഹരി കേസുകളുടെയും ഒരു ഹബ്ബാവുമ്പോഴും പോലീസിന് എന്തുകൊണ്ട് ജാഗ്രത പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഇത് ഇപ്പോൾ തന്നെ ഈ ഒരു കേസ് ഇത്രയധികം പോലീസ് ശ്രദ്ധ കൊടുക്കാൻ കാരണം ഇത് മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മാത്രമാണ്. സമാനമായ നിരവധി കേസുകളുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതില് എനിക്ക് വിക്ടിംസ് തന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ത്രെറ്റനിങ് ഈ കേസസിലെ മൊത്തത്തിലെ ഒരു ഇൻബിൽട്ട് ത്രെറ്റ് ഉണ്ട്. അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ ശക്തി വർദ്ധിക്കുന്നതുകൊണ്ടാണോ? ഫ്ളാറ്റ് പീഡനവുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മാർട്ടിൻ ജോസഫിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും.